നമസ്കാരം. ഗാസയിൽ ജനവാസമുള്ള 3 പ്രദേശങ്ങളിൽ ദിവസേന 10 മണിക്കൂർ ആക്രമണം നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതോടെ വലിയ ആശ്വാസത്തിലാണ് ഗസ. ദുരിതത്തിലായ ഫലസ്തീനികൾക്ക് സഹായം എത്തിക്കുന്നതിനായാണ് വെടിനിർത്തൽ. അൽ മവാസി, ദൈറുൽ ബലാഗ്, ഗാസ സിറ്റി എന്നിവിടങ്ങളിലാണ് വെടിനിർത്തൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ആക്രമണം ഉണ്ടാകില്ല എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഫലസ്തീനികൾക്ക് സഹായം എത്തിക്കുന്നതിനായി സുരക്ഷിത പാതകൾ തുറക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന പട്ടിണി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം. ഗാസയിൽ പട്ടിണി മരണം കൂടിയതോടെ ഇസ്രായേലിന് മേൽ രാജ്യാന്തര സമ്മർദ്ദം ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ എല്ലാ ദിവസവും പ്രാദേശിക സമയം രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ, അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:30 മുതൽ രാത്രി 10:30 വരെ സൈനിക നടപടികൾ നിർത്തിവെക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ തങ്ങളുടെ സൈന്യം ആക്രമണം നടത്തുന്നില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇവിടെയെല്ലാം ആക്രമണം നടന്നിരുന്നു. ഗാസയിലുള്ള ആളുകൾക്ക് ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിക്കാൻ സന്നദ്ധ ഏജൻസികളെ സഹായിക്കാൻ സുരക്ഷിത വഴികൾ നിശ്ചയിക്കുമെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഗാസയിൽ തങ്ങൾ നൽകുന്ന സഹായങ്ങൾ ഹമാസ് അവരുടെ ഭരണം ശക്തിപ്പെടുത്തുന്നതിനായി തട്ടിയെടുക്കുന്നു എന്ന് ആരോപിച്ച ഇസ്രായേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ പട്ടിണി മരണ വാർത്തകൾ കൂടിയതോടെയാണ് പുതിയ നീക്കം. ഇസ്രായേലിൻ്റെ നിയന്ത്രണങ്ങൾ ഗാസയിൽ ക്ഷാമം ഉണ്ടാക്കുമെന്ന് ഭക്ഷ്യവിദഗ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമീപ ദിവസങ്ങളിൽ പുറത്തു വന്ന ഗാസയിലെ കുട്ടികളുടെ ചിത്രങ്ങൾ വലിയ വിമർശനത്തിന് വഴിവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് യുദ്ധം ആരംഭിച്ചതിന് ശേഷം 85 കുട്ടികൾ ഉൾപ്പെടെ 127 പേർ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചിട്ടുണ്ട്. 100-ലധികം NGOകൾ ഗാസയിലെ പട്ടിണി മരണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതേസമയം ഞായറാഴ്ച മുതൽ ഈജിപ്തിൽ നിന്നുള്ള ഭക്ഷണവും മരുന്നുമായി ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയെന്ന് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UAEയും ജോർദാനും ആകാശമാർഗം ഭക്ഷ്യ കിറ്റുകളും മരുന്നുകളും വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജോർദാൻ വ്യോമസേനയുടെ 2 C-130 വിമാനങ്ങളും ഒരു UAE വിമാനവും ഗാസയിലേക്ക് 25 ടൺ സഹായം എത്തിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇസ്രായേലിൻ്റെ ഇളവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ UN-ൻ്റേതടക്കം സഹായ ഏജൻസികൾ തയ്യാറാണ്. 1200 മെട്രിക് ടൺ ഭക്ഷണവുമായി ഈജിപ്ഷ്യൻ റെഡ് ക്രസൻറ്റിൻ്റെ 100-ലേറെ ട്രക്കുകളാണ് കരീം ഷാലോം അതിർത്തി വഴി തെക്കൻ ഗസയിലേക്ക് എത്താൻ പോകുന്നത്. ജോർദൻ്റെ 60 ഭക്ഷണ ട്രക്കുകളും ഗസയിലേക്ക് പ്രവേശിക്കും. ഗസയിലെ മാനുഷിക സാഹചര്യം വഷളായതോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കം ഇസ്രായേൽ വിമർശനം നേരിട്ടിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നീക്കത്തിലേക്ക് എത്തിപ്പെട്ടത്. അതേസമയം കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിൽ സഹായ ട്രക്കുകൾ കാത്തുനിന്ന ഫലസ്തീനികൾ, അതായത് 17 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 59,800 കടന്നിട്ടുണ്ട്. ഖത്തറിലെ ദോഹയിൽ നടന്ന ഹമാസ് ഇസ്രായേൽ പരോക്ഷ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഗാസയിലെ വെടിനിർത്തൽ സാധ്യത വീണ്ടും വിദൂരമാവുകയായിരുന്നു.